നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് ഉജ്ജ്വല തുടക്കം. കൊടകര പേരാമ്പ്രയിൽ ആഡംബര കാറിൽ കടത്തിയ വൻ വിദേശ മദ്യശേഖരം പിടികൂടി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പ്രതിഭാ സംഗമം നടത്തി. കൊടകര ആട് കർഷക സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസ് നടത്തി. വാർത്തകൾ വിശദമായി. കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് ഉജ്ജ്വല തുടക്കം. ഡിജിറ്റൽ വിളക്ക് തെളിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ 37ാം ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ കാലം കൊണ്ട് കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് ആവശ്യമായ സംഭാവനകൾ നൽകുന്ന പ്രധാനപ്പെട്ട പരിപാടിയായി കേരള ശാസ്ത്ര കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ പുരോഗതിക്ക് വേണ്ട സംഭാവനകൾ കൊണ്ട് മാത്രമല്ല, രാജ്യത്തിനാകെ മാതൃകയാകുന്ന ചർച്ചകൾ എന്നിവ കൊണ്ടും ഈ ശാസ്ത്ര കോൺഗ്രസ് ശ്രദ്ധേയമാണ്. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവില്ലാതാക്കി അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനുമേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിൽ ഊന്നിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നുവെന്നതാണ് സയൻസ് കോൺഗ്രസിന്റെ മറ്റൊരു പ്രാധാന്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന യുവശാസ്ത്ര പുരസ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡലിനും അർഹരായ ഡോക്ടർ വൃന്ദ മുകുന്ദൻ, ഡോക്ടർ VS ഹരീഷ് എന്നിവർക്ക് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ശാസ്ത്രം തൃണവൽക്കരിക്കപ്പെടുകയും അന്ധവിശ്വാസങ്ങളും അയിത്ത അനാചാരങ്ങളും ജാതി വ്യവസ്ഥകളും തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഒരു കൂട്ടർ സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. കേരള ശാസ്ത്ര കോൺഗ്രസിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ നിരാകരിക്കുക എന്നത് ചരിത്രകാലം മുതൽ സമൂഹത്തിൽ തുടർന്നു വന്നിരുന്നതായി കാണാൻ കഴിയും. സാമൂഹ്യ അവസ്ഥയെ മാറ്റിക്കൊണ്ട് ശാസ്ത്രം അതിവേഗം വളർന്നു കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ അധ്യക്ഷനായി. ശാസ്ത്ര കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ പ്രൊഫസർ MK ജയരാജ് ശാസ്ത്ര കോൺഗ്രസിനെ കുറിച്ച് വിശദീകരിച്ചു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറും കാർഷിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ B. അശോക്, ശാസ്ത്ര ഉപദേഷ്ടാവ് MC ദത്തൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ KA സാബു സ്വാഗതവും ഡയറക്ടർ ഡോക്ടർ CS കണ്ണൻ വാര്യർ നന്ദിയും അറിയിച്ചു. പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിലൂന്നിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നതാണ് ഈ സയൻസ് കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രാധാന്യം. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ അടുത്ത് ഒരു IITയുടെ ഡയറക്ടർ നടത്തിയ പ്രസംഗം. ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം സംസാരിച്ചത്. കൊടകര പേരാമ്പ്രയിൽ ആഡംബര കാറിൽ കടത്തിയ വൻ വിദേശ മദ്യശേഖരം പിടികൂടി. ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 224 കുപ്പി മാഹി മദ്യവുമായി മാഹി പള്ളൂർ സ്വദേശി 50-കാരൻ ജംഷാദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DVSP K. സുമേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത്. മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനം കസ്റ്റഡിയിലെടുത്തു. രാവിലെ 7 മണിയോടെ അമിത വേഗത്തിലെത്തിയ കാർ സംശയം തോന്നി പരിശോധിച്ചതിനെ തുടർന്നാണ് വാഹനത്തിന്റെ ഡിക്കിയിൽ രഹസ്യമായി സൂക്ഷിച്ച മദ്യശേഖരം പിടിച്ചെടുത്തത്.
ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തിയിരുന്നയാളാണ് ജംഷാദ് എന്നും ആവശ്യക്കാരിൽ നിന്നും വാട്സ്ആപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുകയാണ് പ്രതിയുടെ രീതിയുമെന്നുമാണ് വിവരം ലഭിച്ചത്. കൊടകര SHO പി കെ ദാസ്, സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, ASIമാരായ ബൈജു, ഷീബ, ഗോകുലൻ, ബിനു പൌലോസ്, സീനിയർ CPOമാരായ ഷിജു, സഹദ്, സനൽ, CPOമാരായ ആഷിഖ്, ശ്രീജിത്ത്, ഡാൻസാഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ്, സൈബർ സെൽ ഉദ്യോഗസ്ഥനായ ഷനോഹ് CK എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പ്രതിഭാ സംഗമം നടത്തി. കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ പിന്നണി ഗായകനും ഫ്ലവേഴ്സ് TV ടോപ്പ് 10 ഫൈനലിസ്റ്റുമായ മാസ്റ്റർ ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. CBSE, ICSE സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ A ഗ്രേഡ് നേടിയ തൃശൂർ ജില്ലയിലെ 500ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചാലക്കുടി MLA TJ സനീഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. മനോജ് കമ്മത്തിന്റെ മോട്ടിവേഷണൽ സ്പീച്ചും സഹൃദയയിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറി. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻഡ് സിബിൻ വാഴപ്പള്ളി, സഹൃദയ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ തോമസ് VJ, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിഷ് K പൊയ്യാറ, സഹൃദയ സ്റ്റുഡൻസ് കൌൺസിൽ ചെയർപേഴ്സൺ മിസ് മെറിൻ ബേബി എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു കലാലയമായി അക്രിയേഷനോട് കൂടിയിട്ട് സഹൃദയ കോളേജ് മാറിയ ഒരു കാലഘട്ടമാണ്. നമ്മുടെ 26 വർഷത്തിന് ശേഷം തൃശ്ശൂർ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നേടിത്തന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവത്തിൽ അതിൽ വലിയ വിജയം നേടിയ കലാപ്രതിഭകളെ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഫ്ലവേഴ്സ് സീസൺ 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ? ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ടോക്സിന് പോകുന്നു. പിന്നെ എന്നെ പാട്ടിലേക്ക് എന്നെ കളിത്തിയത് എൻ്റെ അമ്മയാണ്. എൻ്റെ ആദ്യത്തെ ഗുരു. അത് കഴിഞ്ഞ് ഞാൻ പാട്ടിൽ തുടങ്ങിയ പിന്നെ കുറേ പ്രോഗ്രാംസ് ചെയ്ത് ഞാൻ 6 വയസ്സിലാണ് ടോപ്പ് സിംഗറിൽ വന്നത്. 2ാം ക്ലാസ്സിലാണ് ഞാൻ ടോപ്പ് സിംഗറിൽ വന്നത്. പിന്നെ കുറേ പ്രോഗ്രാംസ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡേവിസ് ഫാദറിനെ കണ്ടു. ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പ്രതിഭാ സംഗമത്തിന് ഇനോഗ്രേഷൻ നടത്തിയ മാസ്റ്റർ ശ്രീഹരി, തോമസ് സ്റ്റുഡൻസ് കൗൺസിൽ ചെയർമാൻ മെറിൻ ബേബി, കൗൺസിൽ. കൊടകര ആട് കർഷക സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. കൊടകര മൃഗാശുപത്രി ഹാളിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആട് കർഷക സംഘം പ്രസിഡന്റ് NV ബിജു അധ്യക്ഷത വഹിച്ചു. ജോണി വെളിയൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ ലാഭവിഹിത വിതരണം നിർവഹിച്ചു. കൊടകര ആട് കർഷക സംഘം സെക്രട്ടറി VN ജോണി, കമ്മിറ്റി അംഗം അംബിക രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം നമ്മുടെ മൃഗാശുപത്രി വഴിയുള്ള പല പദ്ധതികളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവുമൊക്കെ 8 ആളുകളെയാണ് കൊടകരയിൽ വിതരണം ചെയ്യുന്നത്. നമ്മുടെ മൃഗാശുപത്രി ഇപ്പോഴുള്ള സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഗോപികൃഷ്ണൻ സാറ് നല്ല കാര്യങ്ങളിൽ അനുവദിക്കുന്നുണ്ട്. ആയതിനാൽ പുതിയ പദ്ധതികൾ. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസ് നടത്തി. സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളും പരിഹാരമാർഗ്ഗങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വിരമിച്ച സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനും സൈക്കോളജി ട്രെയിനറുമായ പാട്രിക് M കല്ലട ക്ലാസ് നയിച്ചു. ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ്, ഡയറക്ടർ MK ജോർജ്, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ VD ബിജു എന്നിവർ സംസാരിച്ചു. ചെറുക്കനെ കണ്ടില്ല ഏതാ സ്പാൻ ശരിയാക്കാൻ വേണ്ടി ഇറക്കി വിട്ടാ അവനാ ഏരിയയിൽ ഞാൻ പറഞ്ഞ ഞാൻ മമ്മിയുടെ പോയിട്ട് അന്വേഷിച്ച് വരാനാണ് പറഞ്ഞത്. ഇല്ല 3 മണിക്കൂറാ ഞങ്ങൾ ഈ ഏരിയ മുഴുവൻ അയൽക്കാരെല്ലാം ഉൾപ്പെടെ മൊത്തം അരിച്ചു പറ്റി കെട്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞ് കാണൂടെ. അത് കഴിഞ്ഞ് അരമണിക്കൂർ ഞാൻ തിരിച്ചു വിളിച്ചു കേട്ടോ. ആരാന്ന് പോലും ചോദിച്ചില്ല. സന്തോഷം കൊണ്ട് ഹലോ കിട്ടി. ഞാൻ ചോദിച്ചാൽ എവിടെ ചെറുക്കൻ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും.
ഈ വർഷത്തെ തൃശൂർ പൂരം പ്രദർശനത്തിന്റെ ഭൂമി പൂജയും കാൽനാട്ട് കർമ്മവും പൂരം പ്രദർശന ഗ്രൌണ്ടിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, മേയർ എം കെ വർഗീസ്, പി ബാലചന്ദ്രൻ MLA, ഡെപ്യൂട്ടി മേയർ ML റോസി, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, കോർപ്പറേഷൻ കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, റജി ജോയ്, N പ്രസാദ്, സുനിൽ രാജ്, സുരേഷ്, സിന്ധു ആൻഡോ ചാക്കോള, ലീല ടീച്ചർ, ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ, പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ്, പ്രദർശന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി പ്രകാശ്, സെക്രട്ടറി M രവികുമാർ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മങ്ങാട്ട്, ട്രഷറർ കെ ദിലീപ് കുമാർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, മുൻ MLAമാരായ TV ചന്ദ്രമോഹൻ, MK കണ്ണൻ, മുൻ മേയർമാരായ കെ രാധാകൃഷ്ണൻ, IP പോൾ, അജിത ജയരാജൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രദർശന കമ്മിറ്റി മുൻ ഭാരവാഹികൾ, ഇരു ദേവസ്വം പ്രവർത്തകരും പങ്കെടുത്തു. പാറമേക്കാവ് ക്ഷേത്രം മേൽക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിപ്പാടാണ് ഭൂമി പൂജ നിർവഹിച്ചത്. 2025 മാർച്ച് 24 മുതൽ മെയ് 22 വരെയാണ് പ്രദർശനം. മെയ് 6-നാണ് ഈ വർഷത്തെ തൃശൂർ പൂരം. അതിരപ്പള്ളിയിൽ എണ്ണപ്പനയ്ക്ക് തീ പിടിച്ചു. തീ പടർന്നത് ആനയെ ഓടിക്കാൻ പൊട്ടിച്ച പടക്കത്തിൽ നിന്ന്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. എണ്ണപ്പന പൂർണ്ണമായും കത്തിനശിച്ചു. ചാലക്കുടിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് ഒരു യൂണിറ്റ് എത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. കൊടകര വല്ലപ്പാടി ആലപ്പാടൻ വർഗീസ് ഭാര്യ ആനി നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് വല്ലപ്പാടി ദേവമാതാ പള്ളി സെമിത്തേരിയിൽ. ഷിജു, ഷിനോ, നിഷ എന്നിവർ മക്കളും ലിൻസി, ജോഫി, റോയ് എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,945 രൂപ, പവന് 63,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് ഉജ്ജ്വല തുടക്കം. കൊടകര പേരാമ്പ്രയിൽ ആഡംബര കാറിൽ കടത്തിയ വൻ വിദേശ മദ്യശേഖരം പിടികൂടി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പ്രതിഭാ സംഗമം നടത്തി. കൊടകര ആട് കർഷക സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസ് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.